ഏഷ്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി നമ്മുടെ തെന്മലയിലാണ് വരുന്നത്. മനോഹരവും വന്യമായ കാടിന് നടുവിൽ തെന്മല ഡാമിനോട് ചേർന്ന് സാഹസിക പ്രിയർക്കും ഉല്ലാസയാത്രികർക്കും എല്ലാം പ്രകൃതിയോട് ചേർന്ന് അവധിക്കാലം ചെലവഴിക്കാൻ ഒരിടം, ഇതായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇത് വേണ്ട വിധം ഗുണം ചെയ്തോ എന്ന് പിന്നെ ആരും പരിശോധിച്ചില്ല. പദ്ധതിയുടെ ഭാഗമായി തെന്മല ഡാം പരിസരത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച KIP ക്വാർട്ടേഴ്സുകൾ കാട് കയറി നശിക്കുകയാണ് ഇപ്പോൾ. തെന്മല ഡാമിലെയും കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെയും ഭാഗമായ നിരവധി ജീവനക്കാർക്കായി നിർമ്മിച്ചിരുന്ന ക്വാർട്ടേഴ്സുകളാണ് ഇത്. ഇന്നിവിടെ ഇഴജന്തുക്കളും സാമൂഹ്യ വിരുദ്ധരുമാണ് കാര്യമായി ഉള്ളത്. മനോജ് അപ്പുക്കുട്ടൻ്റെ റിപ്പോർട്ട്. തെന്മല പരപ്പാർ ഡാമിന് തൊട്ട് താഴ്വശത്തായുള്ള കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായുള്ള ക്വാർട്ടേഴ്സുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഒരു കാലത്ത് നിരവധി കുടുംബങ്ങൾ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സാണ് ഇപ്പോൾ ഈ തീർത്തും തകർന്ന നിലയിൽ കിടന്നിരിക്കുന്നത്. വർഷങ്ങളായി ഈ നമുക്ക് അങ്ങോട്ടൊന്ന് കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത നിലയിൽ വലിയ രീതിയിൽ കാട് പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് നിലവിൽ ഇപ്പോഴുള്ളത്. ഇഴജന്തുക്കളുടെ താവളമായിരിക്കുകയാണ്. നിരവധി കുടുംബങ്ങൾ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സാണ്. ആ ക്വാർട്ടേഴ്സിൻ്റെ സ്ഥിതിയാണ് ഇപ്പോൾ ഇങ്ങനെ കാട് മൂടി കോൺക്രീറ്റുകളൊക്കെ തകർന്ന് ജനലുകളൊക്കെ തകർന്ന് പൂർണ്ണമായും തകർന്ന വശം. നിരവധി കുരങ്ങുകളുടെയൊക്കെ ശല്യമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെ ബന്ധവശമായ രീതിയിലുള്ള ജനലുകളൊക്കെ ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. പക്ഷേ എല്ലാം പൂർണ്ണമായും തകർന്ന് ഏതു നിമിഷവും നിലം പറ്റാവുന്ന അവസ്ഥയിലാണ്. കൂടുതൽ ക്വാർട്ടേഴ്സുകളുടെ സ്ഥിതി നമുക്കൊന്ന് കാണാം. ഒരു കാലത്ത് നിരവധി കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു. ഇന്നിപ്പോൾ കെട്ടിടങ്ങൾ കാട് കയറി നശിച്ചു. തെന്മല ഡാമിലെയും കല്ലട ഇറിഗേഷൻ പദ്ധതിയിലെയും ജീവനക്കാരുടെ താമസത്തിനും ഓഫീസ് ആവശ്യങ്ങൾക്കുമായി നിർമ്മിച്ച കെട്ടിടങ്ങളാണിവ. KIP കമ്മീഷൻ ചെയ്യുകയും ജീവനക്കാരുടെ എണ്ണം കുറയുകയും ചെയ്തതോടെ ക്വാർട്ടേഴ്സുകൾ ഉപയോഗശൂന്യമായി. തുടർന്ന് കെട്ടിടങ്ങൾ സംരക്ഷിക്കുന്നതിനോ മറ്റ് സർക്കാർ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനോ അധികൃതർ നടപടി സ്വീകരിക്കാതായതോടെ നശിച്ചു. മേൽക്കൂരകളും ജനലുകളും വാതിലുകളും ഒക്കെ തകർന്നു. പലതും നിലംപൊത്താറായി. തെന്മലയിലെത്തുന്ന സഞ്ചാരികൾക്ക് നിലവിൽ രാത്രി ചിലവഴിക്കാൻ സൗകര്യങ്ങൾ ഇല്ലാതെ നട്ടം തിരിയുകയാണ്. കെട്ടിടങ്ങൾ നവീകരിച്ച് വനം, ജലസേചനം, ടൂറിസം വകുപ്പുകളുടെ ഏകീകരണത്തിലൂടെ സഞ്ചാരികൾക്ക് താമസ സൗകര്യം ഒരുക്കിയാൽ നിരവധി പേർക്ക് ഉപകാരപ്പെടും. ഏകദേശം 30 വർഷത്തിനു മുമ്പ് ആരംഭിച്ച ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്രോജക്റ്റായ തെന്മല എക്കോ ടൂറിസത്തിന്റെ ഭാഗമാണ്. അതിനോട് തൊട്ടടുത്ത് തന്നെയാണ് ഈ തെന്മല ഡാമും അനുബന്ധ ക്വാർട്ടേഴ്സുകളും ഉള്ളത്. ഈ ക്വാർട്ടേഴ്സുകൾക്ക് ഒരു ശാപമോക്ഷം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്കിവിടെ ഈ ഉദ്യോഗസ്ഥരുമായി നടത്തിയ സന്ദർശനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? കല്ലട ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ഏതാണ്ട് 10-25ഓളം വരുന്ന ക്വാർട്ടേഴ്സുകൾ ഏതാണ്ട് 38 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ്. അത് വളരെയധികം ശോചനീയാവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അത് പത്രമാധ്യമങ്ങളിൽ നിന്നും ഒക്കെ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടറോട് വരികയും അവരുമായി സംസാരിച്ചതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അത് ഒന്ന് മെയിൻ്റെനൻസ് ചെയ്തെടുത്താൽ അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അവരുടെ സ്റ്റാഫുകൾക്കും ക്വാർട്ടേഴ്സിനും അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടാലും പലവിധ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന മേഖലയിലാണ് ഈ ക്വാർട്ടേഴ്സുകളെല്ലാം ഉള്ളത്. അപ്പോൾ അതുമൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അതിന് ചില പദ്ധതികൾ അവർ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. പുതിയതായി ചില DPR തയ്യാറാക്കി ഗവൺമെൻറ്റിൽ സമർപ്പിക്കാം എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വളരെ സന്തോഷത്തോടും അനുഭാവത്തോടും കൂടിയാണ് അവിടെ 3 AEമാരുണ്ടായിരുന്നു. 3 പേരുമായി സംസാരിച്ച് ഏതാണ്ടെല്ലാം ഒരു കാര്യങ്ങൾ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അനുഭാവപൂർവമായ ഒരു നിലപാട് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. നമുക്ക് ഈ പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ഈ തീരത്ത് തന്നെ ഇത്ര മനോഹരമായ രീതിയിൽ ചിലവഴിക്കാൻ പറ്റുന്ന സായാഹ്നങ്ങളുള്ള ഈ തീരത്ത് തന്നെ ഈ ക്വാർട്ടേഴ്സുകൾ നശിക്കുന്നത് തന്നെ ഏറ്റവും ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഇടപെടലിലൂടെ അതിനൊരു ശാപമോക്ഷം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.